നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാണ്. അപ്പം അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് പ്രോബിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. രണ്ട് ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദെയർ കോൺഫിഗറേഷൻ. ഏതൊക്കെയായിരുന്നു? സർഫസ് പ്രോബ്, ബോൾട്ട് ഹോൾ, ഇൻസൈഡ് സർക്കിള്, അതേപോലെ ഔട്ട്സൈഡ് സർക്കിള്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ, റിഫ്ലക്ഷൻ ആൻഡ് ഹൈബ്രിഡ് പ്രോബ്സ്. നമ്മൾ പറഞ്ഞ് ഇനി കുറച്ച് ടേംസ് ആണ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗിൽ വരുന്ന കുറച്ച് ടേംസ് ആണ്. വാട്ട് ഈസ് ലിഫ്റ്റ് ഓഫ് എഫക്ട്, വാട്ട് ഈസ് എഡ്ജ് എഫക്ട്, എൻഡ് എഫക്ട്, വാട്ട് ഈസ് ഫിൽ ഫാക്ടർ. ഈ കാര്യങ്ങൾ, ഈ ടേംസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ലിഫ്റ്റ് ഓഫ്, എഡ്ജ് എഫക്ട്, എൻഡ് എഫക്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ടേംസ്, എന്താണ് ഇതിന്റെ ഡെഫിനിഷൻസ്, എന്താണ് എന്നുള്ളതാണ് നമുക്കിത് പറയാനുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ദി ലിഫ്റ്റ് ഓഫ് എഫക്ട്. ഇതൊക്കെ ചെറിയ ഷോർട്ട് ആൻസർ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ലിഫ്റ്റ് ഓഫ്, എന്താ ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഞാൻ ഒരു ടെസ്റ്റ് പീസ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ AC കണക്ട് ചെയ്യുന്നു. ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പൊക്കുക അല്ലെ, ഒരു സർഫസിൽ നിന്നും അതിനെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൂട്ടി കൊണ്ടുവരിക, അതിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാന്ന് പറയാം അല്ലെ. അപ്പൊ ഈ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് ലിഫ്റ്റ് ഓഫ് എഫക്ട് എന്നുള്ളതിനെ കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാ? ഇത് ഞാൻ വേറെ രീതിയിൽ ചോദിക്കാം. മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ട് മെറ്റീരിയൽ അതിനോട് അട്രാക്ട് ചെയ്ത് പോകുന്ന ഞാൻ വേറെ രീതിയിൽ പറയാം. ഇവിടെ ഞാനൊരു കോയിൽ ഉണ്ട്. ഇനീഷ്യലി ഞാൻ കോയിൽ AC കറണ്ട് കൊടുത്തിട്ടുണ്ട്. കോയിൽ ഇപ്പൊ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറിയിട്ടുണ്ടാവും അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റ് ആയത് ഇതിനകത്തൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ടാവും. ഇതിന്റെ അഡ്ജസ്റ്റന്റ് ഏരിയ അല്ലെങ്കിൽ നിയർ ബൈ ഏരിയയിൽ എവിടെയും നമ്മുടെ ടെസ്റ്റ് പീസ് ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. ടെസ്റ്റ് പീസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരു ടെസ്റ്റ് പീസ് ഉണ്ട്. ഏറ്റവും ലോവർ സർഫസിൽ കണ്ടക്റ്റീവ് ടെസ്റ്റ് പീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ കോയിലും ടെസ്റ്റ് പീസും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിൽ ഇപ്പൊ ചിലപ്പോൾ എത്തുന്നുണ്ടാവില്ല, കാരണം ഇവർ രണ്ടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊമെന്റിൽ നമ്മുടെ ടെസ്റ്റ് പീസിനകത്ത് എഡ്ഡി കറന്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ലൈൻസ് ഓഫ് ഫോഴ്സും കൂടി കാണിക്കാം. ഇതിലൂടെ നമ്മുടെ AC കറന്റ് കൊടുത്തപ്പോ ഇതിൽ പാസ് ചെയ്ത ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ഈ ഒരു സ്ട്രെങ്ത് ഇത്രയും ഏരിയയിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മുടെ ടെസ്റ്റ് പീസിൽ എഡ്ഡി കറന്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ല, കാരണം എന്താ? ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിലേക്ക് എത്തുന്നില്ല അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ടെസ്റ്റ് പീസിനെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ കോയിലിനെ താഴോട്ടേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ടെസ്റ്റ് പീസിനെ മേലോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഞാനിപ്പോ എന്റെ വരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് പീസിനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് പീസിനെ കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്നു. ടെസ്റ്റ് പീസ് നേരത്തെ ഏറ്റവും ലോവർ ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ടെസ്റ്റ് പീസിനെ മാറ്റി കുറച്ച് മേലോട്ടേക്ക് കൊണ്ടുവയ്ക്കാണ്. ടെസ്റ്റ് പീസിന് ഇത്രയും അടുത്ത് കൊണ്ടുവച്ചു. ഇപ്പൊ കോയിലും നമ്മുടെ ടെസ്റ്റ് പീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു. ഈ ഒരു മൊമെന്റില് ഈ ടെസ്റ്റ് പീസിനകത്ത് എഡ്ഡി കറന്റ് ഉണ്ടാവോ? ഉണ്ടാവും. കാരണം എന്താ? ലൈൻസ് ഓഫ് ഫോഴ്സ് ചെറിയൊരു എമൗണ്ടിലെങ്കിലും ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെസ്റ്റ് പീസിലൂടെ കയറി ഇറങ്ങുന്നുണ്ട് അല്ലെ. സോ അവിടെ എഡ്ഡി കറന്റ് ഫോം ചെയ്യും. ഇനി അടുത്തൊരു കണ്ടീഷൻ, ഞാൻ ഈ കോയിലിനെ കുറച്ചുകൂടി അടുത്തേക്ക്, അതായത് ഈ ഗ്യാപ്പ്, ഈ ഡിസ്റ്റൻസ്, ഈ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പിന്നെയും കുറക്കുകയാണ്. ഇപ്പോഴും എഡ്ഡി കറന്റ് ഉണ്ടാവും. നേരത്തെ കേസിനേക്കാളും കൂടുതലായിരിക്കും എഡ്ഡി കറന്റിന്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ കുറവായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഞാൻ ഇതേ ടെസ്റ്റ് പീസിനെ ഈ
കോയിലിന്റെ സർഫസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചു. അപ്പോഴും ഇവിടെ എന്തുണ്ടാവും? എഡി കറണ്ട് ഉണ്ടാവും. മാക്സിമം സ്ട്രെങ്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ എന്താണ് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ടെസ്റ്റ് പീസിൽ നിന്നും കോയില് ലിഫ്റ്റ് ചെയ്ത് മേലോട്ട് പോകും തോറും ഇതിനകത്ത് ഫോം ചെയ്യുന്ന എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരും. ഒരു ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എഡി കറണ്ട് സീറോ ആയിരിക്കും. എഡി കറണ്ട് ഉണ്ടാവില്ല. കാരണം ഇതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ എഡി കറണ്ട് ഉണ്ടാവില്ല. സോ ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടെസ്റ്റ് കോയിൽ ആൻഡ് ടെസ്റ്റ് പീസ്, ഇതിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ ലിഫ്റ്റിംഗ് കൂടുന്നതിനനുസരിച്ച് എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ലിഫ്റ്റ് കുറയുന്നതിനനുസരിച്ച്, അതായത് ഈ കോയിലും നമ്മുടെ ടെസ്റ്റ് പീസും തമ്മിൽ ഏറ്റവും നിയർ ബൈ അല്ലെങ്കിൽ ഒരു ക്ലോസർ ഏരിയയിലേക്ക് വരുമ്പോൾ മാക്സിമം എഡി കറണ്ട് ഫോം ചെയ്യും. സോ ഈ ഒരു റിലേഷനെയാണ് ലിഫ്റ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. So the distance between a surface coil and test surface is called the lift off. That is distance between the coil and the test surface. This is lift off. But lift off കൂടുമ്പോ എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ കുറയും. ലിഫ്റ്റ് ഓഫ് കുറയുമ്പോ എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ കൂടും. നമുക്ക് എപ്പോഴും ഒരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രെങ്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ഓഫ് എന്ത് ചെയ്യണം? കൂട്ടണോ കുറക്കണോ? ലിഫ്റ്റ് ഓഫ് കുറക്കണം. എത്രത്തോളം കുറക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, കോയിലിന്റെയും ടെസ്റ്റ് പീസിന്റെ ഇടയിൽ വേറൊരു മീഡിയം വരാത്ത രീതിയിൽ, കപ്ലിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് മാക്സിമം പ്രോക്സിമിറ്റിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്ട്രെങ്ത്തിലുള്ള എഡി കറണ്ട് കിട്ടും. അപ്പൊ എഡി കറണ്ടിന്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രാക്ക് ഡീറ്റെയിൽസ് ഒക്കെ പെർഫെക്റ്റ് ആയി മാറും അല്ലെ? സോ ദിസ് ഈസ് ലിഫ്റ്റ് ഓഫ് എഫക്ട്. ദെൻ നെക്സ്റ്റ് രണ്ട് എഫക്റ്റുകൾ ഉണ്ട്. എഡ്ജ് എഫക്റ്റും ഉണ്ട്, എൻഡ് എഫക്റ്റും ഉണ്ട്. എഡ്ജ് എഫക്ട് ആൻഡ് എൻഡ് എഫക്ട്. എന്താണ് എഡ്ജ് എഫക്ട്, എന്താണ് എൻഡ് എഫക്ട്? രണ്ടും ടെക്നിക്കലി പറയുകയാണെങ്കിൽ സെയിം തന്നെയാണ്. രണ്ടിനും നമുക്ക് ഒരു ഡെഫിനിഷൻ തന്നെ വേണമെങ്കിൽ പറയാം. The edge effect refers to the effect that the component's edge or shape changes in geometry due to eddy current. അത് ഞാൻ ഒരു മിനിറ്റ്, വെറുതെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഒരു ടെസ്റ്റ് പീസിന്റെ ഷേപ്പ് ഞാൻ വരയ്ക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പ് ടൈപ്പ് എലമെന്റ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഭാഗത്ത് ലോവർ സ്റ്റെപ്പും മേലൊരു ഹൈ തിക്നെസ് സ്റ്റെപ്പ്. രണ്ട് തിക്നെസ്സിലുള്ള, ഇവിടെ ഒരു തിക്നെസ് ടി ആണെങ്കിൽ ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് വേറൊരു തിക്നെസ് ആണ്, ഡി എന്നോ എന്തേ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് ടൈപ്പ് എലമെന്റിൽ ഞാൻ ഇവിടെ ഇതിന്റെ സർഫസിൽ ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എഡി കറന്റ് ടെസ്റ്റിംഗ് നടത്തുന്നു. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോയിലിലെ ഈ ഒരു സർഫസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോയിലൊക്കെ ഉള്ള പ്രോബ്, സർഫസ് പ്രോബിനെ എടുത്തിട്ട് ഇവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈ ഒരു സ്റ്റെപ്പ് ടൈപ്പ് എലമെന്റിന്റെ ഈ എഡ്ജിൽ, അതായത് ഈ രണ്ട് സ്റ്റെപ്പിന്റെയും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ, ഈ എഡ്ജിലൊക്കെ വരുമ്പോ നമുക്ക് അവിടെ കാരണം അതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എത്തുമ്പോ ഒരു വെർട്ടിക്കൽ സർഫസ് ആണ്. നമുക്കറിയാം എഡി കറണ്ട് ഫോം ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാ? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് എഡി കറണ്ട് ഫോം ചെയ്യുക അല്ലെ? അപ്പൊ ഇവിടെയൊക്കെ ഇപ്പൊ ഞാൻ പ്രോബ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സർക്കിൾ ഷേപ്പിൽ എഡി കറണ്ട് ഫോം ചെയ്യും. ബട്ട് ഈ പ്രോബിനെ ഞാൻ ഈ എൻഡിലേക്ക് കൊണ്ടുവരുമ്പോ ഇവിടെ സർക്കിൾ ഷേപ്പ് ഉണ്ടാവില്ല, ഒരു ഹാഫ് സർക്കിളേ ഉണ്ടാവുള്ളൂ അല്ലെ? ഇങ്ങനെ എഡി കറണ്ട് ഉണ്ടാവും നമ്മൾ വെച്ച പ്രോബിനനുസരിച്ച്. അപ്പൊ ഇവിടെ ഒരു ഫുൾ സർക്കിൾ എഡി കറണ്ട് കിട്ടൂല. കാരണം അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോ വരച്ച ആ സ്റ്റെപ്പ് ടൈപ്പ് എലമെന്റിന്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ടോപ്പ് വ്യൂ മേലെ നിന്ന് നോക്കുമ്പോ നമുക്ക് എന്താ കാണാം? ഇതേപോലെ അല്ലേ കാണാം സ്റ്റെപ്പ് ടൈപ്പ് എലമെന്റിന്റെ, അല്ലേടാ? ഓക്കെ, ഞാൻ ഈ ഒന്നാമത്തെ സ്റ്റെപ്പില് ഇവിടെ ഞാൻ പ്രോബ് വെക്കുന്നു. പ്രോബും ഞാൻ മേലെ നിന്ന് നോക്കുമ്പോ ഒരു റൗണ്ട് ആയിട്ടാ കാണാം, സർഫസ് പ്രോബ്. അപ്പൊ ഞാൻ ഇവിടെ പ്രോബ് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോബിന്റെ താഴ്ഭാഗത്ത് കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് എഡി കറണ്ട് ഫോം ചെയ്യും അല്ലെ? ഓക്കെ, നേരെ മറിച്ച് ഞാൻ ഇതേ പ്രോബ് തന്നെ
ആ മെറ്റീരിയലിന്റെ ഈ ഒരു ഏരിയയിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഞാൻ പ്രോബിനെ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ എഡി കറണ്ട് എങ്ങനെയാ ഫോം ചെയ്യുക? ഈ പ്രോബിന് പാരലായിട്ട് സർക്കുലർ ഷേപ്പിൽ എഡി കറണ്ട് വരും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ മെറ്റീരിയൽ തീർന്നല്ലേ, പിന്നെ കുത്തനെയുള്ള അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വഴിയാ. അപ്പൊ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് എഡി കറണ്ട്സ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇവിടെ ക്രാക്ക് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമ്മുടെ ഡിസ്പ്ലേയിൽ ക്രാക്ക് ഉള്ള പോലെയാ കാണാം, കാരണം എഡി കറണ്ടിന് ഡിസ്റ്റോഷൻ വന്നു. അപ്പൊ മെറ്റീരിയലിന്റെ ജോമെട്രി ഷേപ്പ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ എന്തുണ്ടാവും? അൺവാണ്ടഡ് നോട്ടിങ്സ് ഒക്കെ അല്ലെങ്കിൽ അൺവാണ്ടഡ് ഫൈൻഡിങ്സ് ചിലപ്പോൾ വന്നേക്കാം. ഇനി അതേപോലെ ചില മെറ്റീരിയൽസ് ഉണ്ടാവും നല്ല ഷാർപ്പ് ഏരിയ ഒക്കെ ഉള്ള, ഇതേപോലെയുള്ള ഒരു ടെസ്റ്റ് പീസ് ആണെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഇതാണ് എന്റെ ടെസ്റ്റ് പീസ്. അപ്പൊ ഇതിന്റെ സർഫസിലൊക്കെ ടെസ്റ്റ് ക്രാക്ക് ഉണ്ടോ നോക്കണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ പ്രോബ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും മാറി, ഇവിടെ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഒരു ഷാർപ്പ് ടിപ്പും ഇതൊക്കെ വന്നതുകൊണ്ട് ഈ മെറ്റീരിയലിന്റെ ജോമെട്രിക് ചേഞ്ച് കാരണം, ജോമെട്രിയിലുള്ള ചേഞ്ചസ് ഇൻ ജോമെട്രിയിലും അതേപോലെ ചേഞ്ച് ഇൻ ഷേപ്പ്, ഇതൊക്കെ കാരണം നമുക്ക് എഡി കറണ്ട് കൃത്യമായിട്ട് എഡി കറണ്ട് ടെസ്റ്റിങ് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു എഫക്റ്റിനെയാണ്, അതായത് ജോമെട്രിക് ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ചസ് കാരണം നമുക്ക് എഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ വരുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ആ എഡി കറണ്ട് ടെസ്റ്റ് റിസൾട്ടിൽ വരുന്ന എഫക്ട്, ദാറ്റ് ഈസ് എഡ്ജ് എഫക്ട്. അതായത് മെറ്റീരിയലിന്റെ ജോമെട്രിക് ഷേപ്പിലുള്ള ചേഞ്ച് കാരണം അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ആ ഒരു എന്താ പറയുക ഫിസിക്കൽ അപ്പിയറൻസിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് എഡി കറണ്ട് ടെസ്റ്റിങ് ചില ഏരിയയിൽ മെറ്റീരിയൽ തന്നെ ചില ഏരിയാസിൽ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. ആ ഒരു എഫക്റ്റിനെയാണ് എഡ്ജ് എഫക്ട് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇതാണ് എന്റെ ടെസ്റ്റ് പീസ്. ഞാൻ എന്തോ ഒരു മെഷീനിങ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് പീസാന്ന് വെച്ചോ, ഇതിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇത്രയും സർഫസിലൊക്കെ സർഫസ് പ്രോബ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയാൽ പെട്ടെന്നൊരു ടിപ്പാണ് അല്ലെ. ഈ ടിപ്പ് വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കോർണറിലൊന്നും ടെസ്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല എന്നല്ല, ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ജോമെട്രിക് ഷേപ്പ്, പെട്ടെന്നുള്ള ഡിപ്പ്, പെട്ടെന്നുള്ള ഹൈ ഇതുപോലുള്ള ഷൂട്ടപ്സ് ഇങ്ങനെയെല്ലാം വരുമ്പോ ജോമെട്രിക് ഷേപ്പിലുള്ള ചേഞ്ചസ് കാരണം നമുക്ക് എഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ ചില മാറ്റങ്ങൾ വരും. ആ എഫക്റ്റിനാണ് എഡ്ജ് എഫക്ട് എന്ന് പറയാം. നേരെ മറിച്ച് വാട്ട് ഈസ് എൻഡ് എഫക്ട്? സിമിലർ തന്നെയാണ്. എൻഡ് എഫക്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്താണ് എൻഡ് എഫക്റ്റും എഡ്ജ് എഫക്റ്റും തമ്മിലുള്ള മാറ്റം എന്താ നമുക്ക് നോക്കാം. എൻഡ് എഫക്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടെസ്റ്റ് പീസ് വരയ്ക്കാം. ഈ ടെസ്റ്റ് പീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോബ് ഉപയോഗിക്കുന്നുണ്ട്. പ്രോബ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് പ്രോബാന്ന് വെച്ചോ. ഓക്കെ, ഈ പ്രോബിനെ എനിക്ക് ഈ സർഫസിലൂടെ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം അല്ലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതിന്റെ ഈ പ്രോബിൽ നിന്ന് ഞാൻ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കോയിലിന്റെ ഇമ്പിഡൻസ് ആണ് ഈ ഡിസ്പ്ലേയിൽ കാണുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താണോ മാറ്റങ്ങൾ അതിനനുസരിച്ച് ഈ ഡിസ്പ്ലേ ഡിവൈസ് നമുക്ക് റിസൾട്ട് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊക്കെ കോയിൽ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് തരും, കാരണം ഈ പ്രോബിന്റെ അടിഭാഗത്ത് ഇപ്പോൾ കറസ്പോണ്ടിങ് എഡി കറണ്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ഞാനിനി ഈ പ്രോബിനെ എക്സ്ട്രീം എൻഡിലേക്ക് കൊണ്ടുവരാണ്, ഇത് ഇവിടത്തേക്ക് കൊണ്ടുവരാണ് ഈ പ്രോബിനെ. ഓക്കെ, ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡി കറണ്ടിന്റെ ജനറേഷൻ ഹാഫ് സർക്കിളേ ഉണ്ടാവുള്ളൂ അല്ലെ. കാരണം ഇതിന്റെ ഇപ്പുറത്തേക്ക് എന്തില്ല, മെറ്റീരിയൽ ഇല്ല. എൻഡായി, മെറ്റീരിയലിന്റെ എൻഡ് എത്തി, അവസാനം എത്തി, മെറ്റീരിയലിന്റെ എൻഡ് സ്റ്റോപ്പ് എത്തി. സോ അതേപോലെ തന്നെ ഇപ്പുറത്തെ എൻഡ് നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ പ്രോബ് വെക്കുമ്പോ ഈ പ്രോബിന്റെ കാരണം ഇവിടെ ഉണ്ടാകുന്ന എഡി കറണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ കോൺസെൻട്രിക് സെമി സർക്കിൾസ് അല്ലെ ഹാഫ് സർക്കിൾസ് ആയിരിക്കും അല്ലെ അല്ലേടാ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് റിസൾട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ വരും. സോ മെറ്റീരിയലിന്റെ എക്സ്ട്രീം എൻഡുകളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഡ്ജുകളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും റിസൾട്ടിനകത്ത് ചെറിയൊരു സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഈ എൻഡിലൊക്കെ ചിലപ്പോൾ ഇതേപോലെ ക്രാക്ക് ഒക്കെ ഉണ്ടാവാം. ഈ ക്രാക്ക് ഒന്നും നമുക്ക് കൃത്യമായിട്ട് ആ സമയത്ത് കിട്ടാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക?
ചെയ്യാൻ പറ്റുക? ആലോചിച്ചു. ഇങ്ങനെ ഹാഫ് സർക്കിൾ ആയി പോകുന്നു. ഇത് ഫുൾ സർക്കിൾ ആക്കണം. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക നമുക്ക്? ഇതാണ് എന്റെ ടെസ്റ്റ് പീസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണോ മെറ്റീരിയല്? സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീല്, അതേ അലൂമിനിയത്തിന്റെ തന്നെ ഒരു ഡമ്മി പീസിനെ നമുക്ക് ഇപ്പുറം വെച്ചു കൊടുത്താൽ പോരെ? പോരെ? അങ്ങനെയാകുമ്പോ ഇത് ഫുൾ ആവൂലേ? നമുക്ക് ഈ ഭാഗത്തുള്ള ക്രാക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്തൂടെ? പറ്റൂലേ? ഓക്കെ, അപ്പോ ഇതേപോലെ എക്സ്ട്രാ സെയിം മെറ്റീരിയലിന്റെ എക്സ്ട്രാ പീസ്, ഡമ്മി പീസിനെ നമ്മൾ ഇതേപോലെ എൻഡിൽ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒരു ഡമ്മി പീസ് ഞാൻ വെക്കുന്നു. എന്നിട്ട് പ്രോബിനെ ഇവിടെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ സർക്കിൾ എഡി കറണ്ട് തന്നെ കിട്ടും. സോ നമുക്ക് ഇവിടെയുള്ള ക്രാക്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ എക്സ്ട്രാ മെറ്റീരിയൽസ് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ എൻഡ് എഫക്ട് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, പ്രോബ് വെക്കുകയാണെ, ഞാൻ പ്രോബിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്, ഒരു സർക്കുലർ പ്രോബ് ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. ഈ പ്രോബ് കാരണം ഉണ്ടാകുന്ന എഡി കറണ്ട് എന്ന് പറയുന്നത് ഈ പ്രോബിന്റെ അതേ ഡയമീറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഒരു സിമ്പിൾ ആക്കി പറയാം. നമ്മളെ ഫസ്റ്റ് ഫിഗർ എടുക്കാം. ഇതിനകത്ത് ഇപ്പൊ ഇവിടെ കോയിൽ ഉണ്ട് അല്ലെ? ഈ കോയിൽ കാരണം ജനറേറ്റ് ചെയ്യുന്ന എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ ആയി കാണിച്ചേക്കുന്നത്. ഈ കോയിലിന്റെ ഡയമീറ്ററിന്റെ അതേ ഡയമീറ്റർ ആയിരിക്കുമോ ഇതിലെ എഡി കറണ്ടിന്റെ ഡയമീറ്റർ, സർക്കിൾ ഡയമീറ്റർ? ആയിരിക്കോ? അതിനപ്പുറത്ത് കൂടുവോ? കൂടാൻ സാധ്യതയുണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പൊ കോയിലും എഡി കറണ്ടും നിങ്ങൾക്ക് കാണാം. ഈ കോയിലിന്റെ ഡയമീറ്ററിനേക്കാളും ഡയമീറ്റർ ഉണ്ട് എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ ഡയമീറ്റർ അല്ലെ? ഇല്ലടാ, നമ്മൾ ഇവിടെ കറണ്ട് എത്ര കൂട്ടുന്നോ അതിനനുസരിച്ച് എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ കൂടും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഡി കറണ്ടിന്റെ കോൺസെൻട്രേഷൻ കൂടാന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആവുക. സോ ഈ പ്രോബിന്റെ ഡയമീറ്ററിനേക്കാളും ഡയമീറ്റർ ഉണ്ടാവും എഡി കറണ്ടിന്റെ സർക്കുലർ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ എഡ്ജ് എഫക്ട് അല്ലെങ്കിൽ എൻഡ് എഫക്ട് ഒക്കെ കുറക്കാൻ വേണ്ടി എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, കോയിലിന്റെ ഡയമീറ്റർ പരമാവധി കുറക്കുക. ചെറിയ ഡയമീറ്റർ കോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡയമീറ്റർ സർക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ കുറച്ച് വലിയ ഡയമീറ്റർ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വലിയ സർക്കിൾ എഡി കറണ്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ ചെറിയ കോയിൽ എടുത്തു കഴിഞ്ഞാൽ പരമാവധി ഈ എൻഡിന്റെ അടുത്തുള്ള സ്ഥലം വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കാരണം ചെറിയ സർക്കിൾ എഡി കറണ്ട് മാത്രമേ അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. നേരെ കുറച്ച് ഞാനൊരു വലിയ ഡയമീറ്റർ, ഞാൻ മൊത്തം വായിക്കാം, എല്ലാം വരച്ചതിന്റെ മേലെ വരയ്ക്കണ്ട. ഇവിടെ ഞാൻ ഒരു വലിയ ഡയമീറ്റർ കോയിൽ എടുക്കുന്നത് വെച്ചോ. ഇത് കാരണം ഉണ്ടാകുന്ന എഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഡയമീറ്റർ കൂടുതലായിരിക്കും. കാരണം ഇപ്പൊ തന്നെ എഡി കറണ്ട് പകുതി കട്ടായി, പകുതി പുറത്തുപോയി. അപ്പൊ പ്രോബ് ഈ ഒരു സ്ഥലത്ത് വെക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് എഡി കറണ്ടിൽ ഡിസ്റ്റോർഷൻ വന്നു. നേരെ കുറച്ച് ഞാനൊരു ചെറിയ കോയിൽ ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന എഡി കറണ്ട് എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് വലുതായിരിക്കും, പ്രൊപ്പോർഷണലി കുറച്ച് വലുതായിരിക്കും, എന്നാലും നമുക്ക് മാക്സിമം കിട്ടും. അപ്പോ ഈ കോയിൽ ഡയമീറ്റർ നമ്മൾ പരമാവധി മാക്സിമം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എഡ്ജ് എഫക്ട് അല്ലെങ്കിൽ എൻഡ് എഫക്ട് പരമാവധി കുറഞ്ഞുകൊണ്ട് നിയർ ബൈ എഡ്ജ് വരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡമ്മി പീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ എഡ്ജ് എഫക്റ്റും എൻഡ് എഫക്റ്റും ടെക്നിക്കലി സെയിം ആണ്. രണ്ടും മെറ്റീരിയലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രിക് ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ്, ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. എഡ്ജ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന്റെ പെട്ടെന്നുള്ള ഷേപ്പ് ചേഞ്ച്, പെട്ടെന്നുള്ള ഷൂട്ടപ്പ്, പെട്ടെന്നുള്ള ഡിപ്സ്, ഇതൊക്കെ കാരണം നമുക്ക് ടെസ്റ്റിംഗിൽ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ എക്സ്ട്രീം എഡ്ജസ് അല്ലെങ്കിൽ എൻഡസ്, ഈ എൻഡിലേക്ക് വരുമ്പോൾ എഡി കറന്റ് ഡിസ്ട്രിബ്യൂഷന് ഒരു പ്രശ്നം ഉണ്ടാവും. ആ എഡി കറന്റ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രശ്നം കാരണം നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് ചെറിയ മാറ്റം ഉണ്ടാവും. ദാറ്റ് ഈസ് എൻഡ് എഫക്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ ഫിൽ ഫാക്ടർ. ഫിൽ ഫാക്ടർ എന്താ വെച്ചാൽ
ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ എന്താ അറിയിക്കാല്ലേ, നമ്മള് ഒരു ടൈപ്പ് ഓഫ് പ്രോബിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സിന്റെ ഔട്ട്സൈഡിലുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർഫസിലുള്ള പ്രശ്നങ്ങൾ, ക്രാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈപ്പ് ഓഫ് കോയിലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ കോയിലിന്റെ പേരെന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് കോയിൽസിൽ ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ പറഞ്ഞിട്ട് നമ്മൾ കുറെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. സർഫസ് പ്രോബ്, ബോൾട്ട് ഹോൾ പ്രോബ്, ഇന്റേണൽ ഡയമീറ്റർ അല്ലെങ്കിൽ ID പ്രോബ്, അതേപോലെ തന്നെ OD പ്രോബ്, ഔട്ടർ ഡയമീറ്റർ പ്രോബ് അല്ലെങ്കിൽ എൻസർക്ലിംഗ് പ്രോബ് എന്നൊക്കെ പേര് പറയും. ഞാൻ ചോദിക്കുന്നത്, സിലിണ്ടർ പോലെയുള്ള സ്ട്രക്ചറിന്റെ ഔട്ട്സൈഡ് സർഫസ്, അതായത് ഔട്ടർ ഡയമീറ്ററിലുള്ള ക്രാക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബിന്റെ പേരെന്താ? ഹലോ, സർഫേസ് പ്രോബ്. സർഫസ് പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാറ്റ് സർഫസിലൊക്കെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നല്ലേ സർഫസ് പ്രോബ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സിലിണ്ടർ ഉണ്ട് എന്റെ കയ്യില്, സോളിഡ് സിലിണ്ടർ, ഹോളോ അല്ല, സോളിഡ് സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ പുറത്തൊക്കെ ക്രാക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബ് ഏതാ? ഔട്ടർ ഡയമീറ്റർ പ്രോബ് അല്ലെ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, എന്താ? എൻസർക്ലിംഗ് പ്രോബ്. നമ്മൾ കൈയിന്റെ മേലെ വളയിടുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയില്ലേ? ഓക്കെ. അപ്പോ ഈ ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതേപോലെയുള്ള എൻസർക്ലിംഗ് പ്രോബ്സിനാണ് ഫിൽ ഫാക്ടർ പറയുക. എന്താ ഫിൽ ഫാക്ടർ എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ആണ്. അതായത് ഈ സിലിണ്ടറിന്റെ മുകളിൽ എത്രമാത്രം ടൈറ്റ് ആണ് നമ്മുടെ ഈ എൻസർക്ലിംഗ് പ്രോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മളൊരു വള ഇട്ട് കഴിഞ്ഞാൽ ആ വളയും നമ്മുടെ കൈയും തമ്മിൽ എത്രമാത്രം ഫിറ്റ് ആണ്, ആ ഫിറ്റിങ്ങിനെ പറയുന്നതാണ് ഫിൽ ഫാക്ടർ. അതിന് ഒരു ഇക്വേഷൻ ആണ് ആക്ച്വലി ഫിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഫിൽ ഫാക്ടർ ഇവര് തമ്മിലുള്ള ഫിറ്റിങ്ങിനെയാണ് നമ്മൾ എത്രമാത്രം ഇവര് തമ്മിൽ ഫിൽ ആയിട്ടുണ്ട്, എത്രമാത്രം ടൈറ്റ് ആണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ഫിൽ ഫാക്ടർ. സോ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഡയമീറ്റർ ഓഫ് ദി ടെസ്റ്റ് പീസ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി എൻസർക്ലിംഗ് പ്രോബ് അല്ലെങ്കിൽ കോയിൽ. ഈ ടെസ്റ്റ് പീസിന്റെ ഡയമീറ്റർ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ മേലെ അത്രയും ഫിറ്റ് ആയി നിൽക്കണ്ടെങ്കിൽ ഇയാളുടെ ഡയമീറ്റർ എത്രയാണോ? 5 കുറഞ്ഞാൽ ഇതിന്റെ മേലെ കേറുവാടാ? 5 സെന്റിമീറ്റർ ഉള്ള ഡയമീറ്ററിന്റെ മേലില് അതിന്റെ പുറത്തൂടെ കേറണ്ടെങ്കിൽ ഇത് 5 കൂടണ്ടേ? കൂടണം. മാക്സിമം ടൈറ്റ് ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതൊരു 5.1 സെന്റിമീറ്റർ അല്ലെ? എന്നാലും നമുക്ക് അത്രയും ടൈറ്റ് ആന്ന് പറയാം. അപ്പൊ നമ്മളൊരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ 5 സെന്റിമീറ്ററിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ തന്നെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് പിടിച്ച് കയറ്റാൻ പറ്റും. അങ്ങനെ വരുമ്പോ ഈ ഫിൽ ഫാക്ടർ എത്രയാവും? 5 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 1 അല്ലെ? അപ്പോ ഒരു ഗുഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫിൽ ഫാക്ടർ എപ്പോഴും യൂണിറ്റി ആവണം. യൂണിറ്റി ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇവര് തമ്മിൽ ടൈറ്റ് ആയിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ. അപ്പോ നോർമൽ കേസിൽ 5 സെന്റിമീറ്റർ ഡയമീറ്റർ സിലിണ്ടറിന്റെ മുകളിലാണെങ്കിൽ 5 കുറച്ച് കൂടിയത് 5.1 ഒക്കെ വരും. അപ്പൊ യൂണിറ്റിയെക്കാളും കുറവാ വരും. 5/5.1 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ 1 അല്ലേ? അപ്പൊ നമുക്ക് ഒരു യൂണിറ്റി റേഞ്ചിൽ ഫിൽ ഫാക്ടർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും ഇതേപോലുള്ള എൻസർക്ലിംഗ് പ്രോബിന്റെ ഒക്കെ കേസിൽ. ഓക്കെ. ഇനി പിന്നെ നമ്മളെ ഇന്റേണൽ ഡയമീറ്റർ പ്രോബ് ആണെങ്കിലോ, ഇത് ഹോളോ സിലിണ്ടറിന്റെ ഒക്കെ ഉള്ളിലാണ് നമ്മൾ പ്രോബ് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഫിൽ ചേഞ്ച് ആവുക. 5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹോളോ സിലിണ്ടർ അതിന്റെ ഉള്ളിൽ വെക്കുന്നത് അതിനേക്കാളും ചെറിയ റേഞ്ചിലുള്ള അല്ലെ അതിനേക്കാളും ചെറിയ ഡയമീറ്റർ ആയിരിക്കണ്ടേ? അപ്പൊ ഈ ഇക്വേഷൻ നേരെ തിരിഞ്ഞു വരും.
ഫിൽ ഫാക്ടർ ഫോർ ദി ഇന്റേണൽ ഡയമീറ്റർ പ്രോബ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് കോയിൽ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ടെസ്റ്റ് പീസ് ആണ്. അപ്പോൾ എന്താണേലും നമുക്ക് യൂണിറ്റി റേഞ്ചിലായിരിക്കണം ഫിൽ ഫാക്ടർ കീപ്പ് ചെയ്യേണ്ടത് ബെറ്റർ റിസൾട്ടിന് വേണ്ടി. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇത്രയും ടേംസ് യൂണിവേഴ്സിറ്റി എക്സാമിന് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് മൊത്തം നോക്കാം. ലിഫ്റ്റ് ഓഫ് എഫക്ട്, എഡ്ജ് എഫക്ട്, എൻഡ് എഫക്ട് ആൻഡ് ഫിൽ ഫാക്ടർ. ഫിൽ ഫാക്ടറിന്റെ ഇക്വേഷൻ is the ratio between the diameter of test piece to diameter of test coil. Okay. അപ്പം ഇത്രയാണ് കോമൺ ടേംസ് റിലേറ്റഡ് ടു എഡി കറന്റ് ടെസ്റ്റിംഗ്. ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഇതുവരെ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടില്ല പക്ഷെ ഇനി ചോദിച്ചേക്കാം. ദാറ്റ് ഈസ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എഡി കറന്റ് ടെസ്റ്റിംഗിലെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് പീസിന്റെ മേലെ ഇതേപോലെ കോയിൽ അടങ്ങുന്ന പ്രോബ് നമ്മൾ വെച്ചു. ഈ പ്രോബിൽ നിന്ന് നമുക്ക് അമ്മീറ്റർ പോലുള്ള റീഡിംഗ് ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ട്രഡീഷണൽ മെത്തേഡ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ ആണ്. നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റിനകത്ത് വരുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് കിട്ടുന്ന ഗ്രാഫ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ റിസൾട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുള്ള കോയിൽ, നമ്മൾ ഇവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോയിലിന്റെ ഇംപിഡൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫക്റ്റീവ് റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയാം. അപ്പൊ ഈ കോയിലിന്റെ ഇംപിഡൻസ് ചേഞ്ച് ആണ് നമ്മളിപ്പോ റിസൾട്ട് ആയിട്ട് ഡിസ്പ്ലേ യൂണിറ്റിനകത്ത് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഈ ചേഞ്ചിന് കറസ്പോണ്ടിങ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പൊ ഈ ഡിസ്പ്ലേ യൂണിറ്റിനകത്ത് നമുക്ക് കാണിക്കുന്നത് കോയിലിന്റെ ഇംപിഡൻസ് ആണ്. ഓക്കെ. ആ കോയിലിന്റെ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോയിൽ ഇംപിഡൻസ് കമ്പണൻസ് എന്ന് പറയുന്നത് ഒന്ന് റെസിസ്റ്റൻസ് ആണ്, മറ്റൊന്ന് റിയാക്ടൻസ് ആണ്. സോ ഒരാക്സിസിൽ റെസിസ്റ്റൻസും ഒരാക്സിസിൽ റിയാക്ടൻസും, മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കോയിലിന്റെ റെസിസ്റ്റൻസും കോയിലിന്റെ റിയാക്ടൻസും എക്സ് ആൻഡ് വൈ ആക്സിസിൽ കാണിക്കുന്ന ഈ ഒരു ഗ്രാഫിനെയാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ മോസ്റ്റ് ഓഫ് ദ കേസും യൂസ് ചെയ്യുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ടെസ്റ്റ് പീസും ടെസ്റ്റ് പ്രോബും ഈ പ്രോബിൽ നിന്നുള്ള കണക്ഷൻ കൊണ്ടുപോയി കൊടുത്തേക്കുന്നത് ഒരു ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം തരുന്ന ഡിവൈസിനകത്തേക്കാണ്. സോ ഈ കോയിൽ ഞാൻ ഇവിടുന്ന് സർഫസിലൂടെ റൈറ്റ് ഓർ ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഓരോ മൊമെന്റിലും ഈ കോയിലിന്റെ ഇംപിഡൻസിന് വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു ഗ്രാഫ് പോലെ കിട്ടും. പെട്ടെന്നൊരു ക്രാക്ക്, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ക്രാക്ക് വരുന്നു, ഞാൻ ഈ കോയിലിനെ ഇങ്ങോട്ടേക്ക് നീക്കി ഈ ക്രാക്കിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഇതിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിന് ഷേപ്പ് ചേഞ്ച് വരും അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് വരും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഡിവൈസ് ഏതാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. അൾട്രാസോണിക് ടെസ്റ്റിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഡിവൈസുകൾ ഏതൊക്കെയായിരുന്നു? അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഡിവൈസസ്, ഡിസ്പ്ലേ ഡിവൈസസ് A scan, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ബട്ട് ഈ ഇതിനകത്ത് എഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. അപ്പോ ഓരോ കോയിലിന്റെ റെസിസ്റ്റൻസും റിയാക്ടൻസും, വൈ ആക്സിസിൽ റിയാക്ടൻസും എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ റെസിസ്റ്റൻസും എക്സ് ആക്സിസിൽ റിയാക്ടൻസും എടുത്തിട്ടുള്ള ആ ഒരു ഗ്രാഫിനെയാണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് പീസ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അയാളുടെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം വേറെ തന്നെയാണ്. സോ നമുക്ക് പഠിക്കാനുള്ളത് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഫോർ മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ടെസ്റ്റ് പീസ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ കോയിലിന്റെ ഇംപിഡൻസിൽ എന്ത് മാറ്റം ഉണ്ടാവും? ടെസ്റ്റ് പീസ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ കോയിലിന്റെ ഇംപിഡൻസിന്റെ ഷേപ്പ് എങ്ങനെ വരും? ഇതാണ് നമുക്കിനി പറയാനുള്ളത്. ആ ഒരു ഷേപ്പ് കാണിക്കുന്ന ഫിഗർ ആയിരുന്നു. നമുക്കിത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിലിപ്പോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം വരുന്നത് ഇങ്ങനെയാണ്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഷേപ്പിനകത്ത് ചേഞ്ച് വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇമ്പോർട്ടന്റ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയാം. നമ്പർ 1